ഇനി നമുക്ക് എൻ്റെ നാടും വീടും ഒക്കെ ഒന്ന് കണ്ടാലോ? ഞാൻ കുറേ നാളായി നാട്ടിലോട്ട് എത്തിയിട്ട്. അപ്പോൾ എനിക്കൊക്കെ നാട്ടിലെ കുളവും പാടമൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ചോദിച്ച് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എന്ന്. ചോദിക്കേണ്ട താമസം എല്ലാവരും ഓടിച്ചാടി കാറിനകത്ത് കയറി. എൻ്റെ അനിയത്തീനെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കണ്ടത്. അവൾ നഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ അവളും ഉണ്ടാവില്ല, അവൾ വരുമ്പോൾ ഞാനും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരു ദിവസമായി. കിട്ടിയ ചാൻസ് മുതലാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആരുടെടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ഓടിച്ചാടി വണ്ടിക്കകത്ത് കയറി നമ്മുടെ യാത്ര തുടങ്ങി. എങ്ങോട്ടൊന്നും അറിഞ്ഞുകൂടാ. അവിടെ അടുത്തുള്ള പാടം കാണണം. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുളമുണ്ട്, അതിനെ വലിയ കുളം എന്നാണ് അറിയപ്പെടുന്നത്. ആ കുളം കാണണം, ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് വരിക എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നാട്ടിൽ നിന്ന് മാറുന്നപ്പോഴേ ഞാൻ നാടിൻ്റെയും വീടിൻ്റെയും എല്ലാം വില മനസ്സിലാവണം. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നൊന്ന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങുക. ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത എൻ്റെ ഫാമിലി, എൻ്റെ അമ്മയുടെ ഭക്ഷണവുമാണ്. അതൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അമ്മ എല്ലാം ഉണ്ടാക്കി തരും, പക്ഷെ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റണില്ല. കറികൾ കാണുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു പോകും. ഇതാണ് എൻ്റെ അവസ്ഥ. നാട്ടിലേക്ക് വരും മുമ്പ് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരിക്കും, ഇന്നടത്ത് പോകണം, ഇന്നത് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പാടില്ല. അപ്പം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പം തന്നെ ഡിസിഷൻ എടുത്ത് അതങ്ങ് പോവുക. ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോഴാണ് ഒന്നും നടക്കാത്തത്. നമ്മളിപ്പോൾ പോകുന്നൊരു ചീരപ്പാടത്തിലേക്കാണ്. ഈ കാണുന്നതൊക്കെ മരിച്ചിനിത്തോട്ടം, കുറച്ച് പയർ, അങ്ങനെയൊക്കെ. അതിൻ്റെ അപ്പുറത്താണ് കീരപ്പാടം ഉള്ളത്. എനിക്ക് പണ്ട് അമ്മ പറഞ്ഞ ഓർമ്മകളൊക്കെ ഉള്ളൂ. അവരുടെ സമയമാകുമ്പോഴത്തേക്കും ഈ തോടിൽ മഴ സമയത്തൊക്കെ വരുമ്പോൾ തോട് നിറഞ്ഞ് കവിയുമല്ലോ. ഇവർ മീൻ പിടിക്കാൻ വരും. ഇപ്പോഴും ഞാൻ ഈ തോട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാറുണ്ടായിരുന്നു. നമ്മുടെ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കണൊന്നും നമ്മൾ കാണില്ല. പക്ഷെ നമ്മൾ തേടിപ്പോകുന്ന വേറെ എന്തോ വലിയൊരു കാര്യങ്ങളെ തേടിപ്പോകും. പക്ഷെ നമ്മൾ അടുത്തുള്ള മൂല്യമായ കാര്യങ്ങളൊന്നും നമ്മൾ കാണാറില്ല. ഞാൻ പണ്ട് ഒരു വികൃതി കൊച്ചായിരുന്നു. ആര് വന്ന് വിളിച്ചാലും കൂടെ പോകുന്നൊരു ടൈപ്പായിരുന്നു. ഞാൻ ഒരു കഥ പറയട്ടെ. പണ്ട് നടന്നൊരു ഇൻസിഡൻ്റാണ്. എൻ്റെ വീട്ടിൽ ഒരു ബുക്ക് സെല്ലർ വന്നായിരുന്നു. ആ അങ്കിളാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആർക്കെങ്കിലും ബുക്ക് വേണോ? പക്ഷെ അമ്മ എന്നെ ഇപ്പോൾ റിവിഷനൊക്കെ നടത്തിയിട്ട് എന്നെ പുറത്ത് കളിക്കാൻ വിട്ടിക്കുക. പക്ഷെ ചേട്ടനെ പഠിപ്പിക്കുമായിരുന്നു അമ്മ. അപ്പോൾ അന്ന് ഞാൻ LKG UKG ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്കിളുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആർക്കും ബുക്ക് വേണ്ട. അമ്മ പറഞ്ഞു ബുക്കൊന്നും വാങ്ങാനില്ല എന്ന്. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ശരി എൻ്റെ കൂടെ വരൂ, എനിക്കിവിടെ വീട്ടിൽ വേറെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്കിളിൻ്റെ കൂടെ പോയി. ഞാൻ അമ്മയുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഇട്ട ഡ്രസ്സിലങ്ങ് പോവുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ സമയത്തൊന്നും അത്ര ആൾക്കാരൊന്നും ഇല്ല, അധികം വീടൊന്നും ഇല്ലാത്ത ടൈമാണ്. അങ്ങനെ അടുത്ത വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ വീട് പൂട്ടി കിടക്കുമായിരുന്നു. ഒരു വീടുകളും ഇല്ല. പിന്നെ അങ്ങ് താഴെ പോയാൽ ഫുള്ള് കാടാണ്. അങ്ങനെ ഞാൻ താഴെ വരെ പോയി. താഴെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇയാൾ യഥാർത്ഥ സ്വഭാവം എടുത്ത് ഇയാളുടെ കൈ പിടിച്ച് എന്നെ ഓടാൻ ശ്രമിച്ചു. ഒരപ്പൂപ്പൻ ഓപ്പോസിറ്റ് വരുമായിരുന്നു. ആ അപ്പൂപ്പൻ ചോദിച്ചു, ഗായ്മോളെ നീ എവിടെ പോവാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അപ്പൂപ്പൻ, ഞാൻ ഇവിടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇയാൾ വരുന്ന കണ്ടുകൊണ്ട് എൻ്റെ കൈ വിട്ടിട്ട് അയാൾ അങ്ങോട്ട് ഓടി. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് അടി കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് മീൻ ഇരിപ്പുണ്ട്, മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടത് ആ വലിയ കുളം. പണ്ട് ഞാനും ചേട്ടനും കൂടെ ഇതിന് ചുറ്റും നടക്കാൻ പോകാറുണ്ട്. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. നല്ല തണുത്ത കാറ്റടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ കുളത്ത് പോകാനും നടക്കാനും ഒക്കെ. പക്ഷെ പോയ സമയം ശരിയല്ല, നല്ല വെയിലായിരുന്നു. കണ്ണുപോലും തുറക്കാൻ പറ്റിയില്ല. സൈനിങ് ഓഫ് ഫ്രം നാട്ടിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.